This news is brought to you by സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. പ്രകൃതി ദുരന്തവും കെടുതികളും വിതച്ച രാജഗിരി ജോസ്ഗിരി പ്രദേശങ്ങളിൽ മന്ത്രി സണ്ണി ജോസഫും പഞ്ചായത്ത് ജനപ്രതിനിധികളും നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ദുരിതബാധിത മേഖലകൾ സന്ദർശിച്ച മന്ത്രി ജനങ്ങളുടെ ആശങ്കകളും പ്രയാസങ്ങളും നേരിട്ട് ചോദിച്ചറിഞ്ഞു. പ്രദേശവാസികൾക്ക് അടിയന്തര ആശ്വാസ നടപടികളും ആവശ്യമായ എല്ലാ സഹായങ്ങളും ഉറപ്പാക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായും കാര്യക്ഷമമായും നടപ്പിലാക്കാൻ പഞ്ചായത്ത് അംഗങ്ങൾക്ക് മന്ത്രി നിർദ്ദേശം നൽകി. പ്രകൃതി ദുരന്തമുണ്ടായ പ്രദേശങ്ങളിലെ നാശനഷ്ടങ്ങളുടെ കൃത്യമായ കണക്കെടുപ്പ് നടത്തണം. മന്ത്രിമാരോ മാധ്യമങ്ങളോ വരുമ്പോൾ മാത്രം കാണിക്കുന്ന താൽക്കാലിക തൽപരത പോരെന്നും ജനങ്ങൾക്കെന്നും തണലാകുന്ന രീതിയിൽ സമഗ്രമായ ആശ്വാസ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അദ്ദേഹം ജനപ്രതിനിധികളെ ഓർമ്മിപ്പിച്ചു. സ്ഥലങ്ങളിൽ ഞാൻ ഇവിടുത്തെ ജനപ്രതിനിധികളുടെയും പൊതുപ്രവർത്തകരുടെയും വികാരിയത്തിൻ്റെയും ഒക്കെ സാന്നിധ്യത്തിൽ കണ്ട് മനസ്സിലാക്കി നാശനഷ്ടങ്ങൾ തിട്ടപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഞാൻ തഹസിൽദാരുമായിട്ട് സംസാരിച്ചു. കളക്ടറും ഈ സ്ഥലം വന്ന് കണ്ടിരുന്നു. ഇവിടുത്തെ നാശനഷ്ടങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ഗവൺമെൻറ് നടപടികൾ സ്വീകരിക്കും. അതിനായിട്ട് പഞ്ചായത്തും അതുപോലെ കൃഷി വകുപ്പും അതുപോലെ തന്നെ വില്ലേജും ചേർന്ന് റിപ്പോർട്ട് നൽകണം. ആ റിപ്പോർട്ട് നൽകുന്ന കാര്യം വേഗത്തിലാക്കാൻ വേണ്ടി ഞാനിപ്പോൾ തഹസിൽദാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് ഗവൺമെൻറ് അതിനെ സംബന്ധിച്ചുള്ള സഹായ പരിപാടികൾ ആവിഷ്കരിക്കും, നടപ്പിലാക്കും. മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, വീട് നഷ്ടപ്പെട്ടവർക്ക് സ്ഥലം നഷ്ടപ്പെട്ടവർക്കൊക്കെ കൊടുക്കുന്ന സഹായ പദ്ധതിയെക്കുറിച്ച് ഗവൺമെൻറ് തന്നെ തീരുമാനിച്ചിട്ടുള്ളത് വേഗത്തിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കളക്ടറോടും റവന്യൂ അധികാരികളോട് ആവശ്യപ്പെടുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് അതിന് ആവശ്യമായിട്ടുള്ള നേതൃത്വം കൊടുക്കും. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ അപേക്ഷകളും ഞാൻ അത് ഗവൺമെൻറ്റിലേക്ക് ബന്ധപ്പെട്ട വകുപ്പുകളിലേക്ക് കൈമാറിക്കൊണ്ട് മുഖ്യമന്ത്രിയായിട്ടും റവന്യൂ മന്ത്രിയുമായിട്ടും ഈ കാര്യത്തിൽ സംസാരിക്കും. റോഡിൻ്റെ നാശനഷ്ടം പരിഹരിക്കാൻ മരാമത്ത് വകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെടും. MLA മാതാരി MLA ഉൾപ്പെടെ വരുമ്പോൾ ചെറുപുഴയിലെ നാശനഷ്ടങ്ങളുടെ വലിയ ഗൗരവ സ്വഭാവം ഞാൻ ഗവൺമെൻറ്റിനാണ്. നമ്മളൊരു പ്രത്യേക പാക്കേജ് വേണം. മൂന്നാമതും കൂടെ ഉണ്ടാക്കിയിട്ട് അത് പഞ്ചായത്ത് പ്രസിഡന്റുകൂടെ സൈൻ ചെയ്ത് MLA ഞാനും കൂടെ വരാം. മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും അത് കൃത്യമായ കണക്കെടുക്കണം. വെറുതെ പത്രക്കാർ വരുമ്പോഴോ മന്ത്രി വരുമ്പോഴോ ഉണ്ടായപ്പോൾ കൂട്ടത്തിൽ നടന്ന് സ്ഥലങ്ങൾ കണ്ടും അളവെടുത്തും ഒക്കെയായിട്ടും നല്ല കൃത്യമായ ഓരോരുത്തരും റിപ്പോർട്ട് കൊടുക്കും. ശരി, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്തിട്ട് തിരുവനന്തപുരത്ത് എത്തിക്കും. ഇതിൻ്റെ മുകളിലേക്ക് എത്ര വീടുണ്ട്? പേരെന്താ? എത്ര സ്ഥലമുണ്ട്? സ്ഥലത്തിന് എന്തെങ്കിലും അപ്പം കൃഷി ഡിപ്പാർട്ട്മെൻറ്റും വില്ലേജും പഞ്ചായത്തും കൂടി ഓരോന്നും തയ്യാറാക്കി ഓരോരുത്തർ ഇത്രയായിട്ട് ഇന്ന സ്ഥലമുണ്ട്, ആ സ്ഥലത്തിൻ്റെ ഫോട്ടോയും വീഡിയോയും ഇത്ര ആരും വീട് ഇത്ര നഷ്ടപ്പെട്ടു, സ്ഥലം ഇത്ര സെൻറ്റ് പോയി എന്നുള്ള കൃത്യമായിട്ട് പഞ്ചായത്ത് അതിന് മുൻകൈ എടുക്കണം. അങ്ങനെ പറ്റാത്ത ആളുകളുടെ വിവരം തരണം. സാറേ, ഇതിൽ പറയുന്ന വീട് ഇതാണ്. ഇതാണ് ഇവിടെ നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് ഉരുൾപൊട്ടി ഈ വീട് കണ്ടോ? ഇതൊരു വീട്. നിങ്ങൾ മനസ്സിലാക്കുന്നത് ഗവൺമെൻറ് വീടും സ്ഥലവും പോയവർക്ക് 12 ലക്ഷം രൂപയാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്ഥലത്തിൻ്റെ ബാക്കി ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ കൃഷി ഉപയോഗിക്കേണ്ടടുത്ത് ഉപയോഗിക്കാനും കൂടെ നമ്മൾ ആലോചിക്കണം. വീട് ഞങ്ങൾക്ക് ആ സ്ഥലത്തൊരു വീട് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ എത്ര സ്ഥലമുണ്ട്? 2 ഏക്കർ സ്ഥലമുണ്ട്. അപ്പോൾ ബാക്കി അപ്പോൾ അതനുസരിച്ചുള്ള റിപ്പോർട്ടിന് കേട്ടോ. എന്നോട് പറഞ്ഞാൽ മാത്രം പോരാ. അത് ഞാൻ കണ്ടുണ്ട്. പറയുന്നത് ഞാൻ കേട്ടു, പക്ഷെ റെക്കോർഡിലായിട്ട് എഴുതി തന്നെ
സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ NABH pre-entry level accredited and ISO certified hospital. മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി 140 ബെഡുകളോടെ 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ലാപ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ, ICU, ലേബർ റൂം, NICU, PICU, ലബോറട്ടറി, മൈക്രോബയോളജി, ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, ഡെന്റൽ കെയർ, ബ്ലഡ് സ്റ്റോറേജ്, ഡീലക്സ് റൂംസ്, ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ. ഫോൺ 9400 062 912.